ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. ഗവൺമെൻറ്റുകൾ പല വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ നടത്താറുണ്ട്. പക്ഷേ എക്കാലം ഓർമ്മിക്കപ്പെടുന്ന ഒരു വലിയ കാൽവെപ്പായിരിക്കും ഇന്നത്തെ ഈ ഒരു തീരുമാനം. കേരളത്തിലെ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നുള്ളത് തെരഞ്ഞെടുപ്പ് വേളയിൽ UDF ഗവൺമെൻറ് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനമാണ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളായ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയും അതുപോലെ തെലങ്കാനയും ഒക്കെ ഈ ഒരു വാഗ്ദാനങ്ങൾ നൽകുകയും അത് നല്ല രീതിയിൽ നടപ്പാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ചർച്ചയിൽ ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലൊന്നാണ് ഈ ഒരു കാര്യം. അങ്ങനെ 5 പരിപാടികൾ, 5 ഗ്യാരണ്ടികൾ, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ UDF ജനങ്ങൾക്ക് മുന്നിൽ വെച്ചു. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ 5-1 നടപ്പാക്കുന്ന ദിവസമാണ്. പക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്ത്രീ യാത്രക്കാരുള്ളത് മലപ്പുറം ജില്ലയിലാണ്. പക്ഷേ ഏറ്റവും സർവീസ് കുറവുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 87 സർവീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്താണ് പറയുക? വലിയ വിമർശനം ഉയരുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഉള്ളൊരു സംവിധാനമാണ്. നമുക്കറിയാം, മലബാർ മേഖലയിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകളെയാണ്. പക്ഷെ അതുകൊണ്ട് തീരെ കുറവാണെന്ന് പറഞ്ഞു. ഇവിടെ വയനാടായാലും കോഴിക്കോടായാലും ഒക്കെ KSRTC ബസ്സുകൾ ധാരാളമുണ്ട്. മലപ്പുറം ജില്ലയിലും ധാരാളം റൂട്ടുകളുണ്ട്. ഞാൻ പല ഭാഗത്തും ഇല്ല എന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല, എല്ലാ നിയോജകമണ്ഡലം കൊണ്ട് കടന്നു പോകുന്ന ധാരാളം ബസ്സുകൾ മലപ്പുറം ജില്ലയിലുമുണ്ട്. ഓർഡിനറി എന്ന് പറയുമ്പോൾ നമ്മുടെ TT ബസ്സുകളുടെ ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെക്ക് ഭാഗങ്ങളിലുള്ള തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിലുള്ള അത്ര ഇല്ലെങ്കിലും KSRTC ബസ്സുകളിൽ വരുന്ന ഈ സൗജന്യ യാത്രയുടെ ഗുണം മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ മലബാറിലെ നമ്മുടെ സഹോദരിമാർക്ക് അതിന്റെ ഗുണം ലഭിക്കും. അല്ല, അത്തരം കാര്യങ്ങൾ ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും ആലോചിക്കാറുണ്ട്. MLA മാർ ആവശ്യപ്പെടും, ജനങ്ങൾ ആവശ്യപ്പെടും. അപ്പോൾ അതിനനുസരിച്ച് തീരുമാനം എടുക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചും ഗവൺമെന്റ് ആലോചിക്കും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും പിന്നെ മറ്റുള്ളവരും നിരന്തരമായി ഇതിനെ നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പദ്ധതിയാണ്. 6 മാസം കൊണ്ട് ഒരു പക്ഷെ ഉപേക്ഷിക്കേണ്ടി വരുന്നൊക്കെയാണ്. 6 മാസം എന്ന് പറയുന്നത് കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ നമുക്ക് ഒരു 6 മാസത്തിന് വേണ്ടി കാത്തിരിക്കാം. ഈ പദ്ധതി നമുക്ക് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള LDF-ന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആശങ്ക ദൂരീകരിക്കാൻ 6 മാസം മതിയല്ലോ. അപ്പൊ 6 മാസം കാത്തിരിക്കും. ഇത് 6 മാസക്കാലത്തേക്കുള്ളതല്ല. ഇത് എക്കാലത്തേക്കും ഗവൺമെന്റ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് നൽകുന്ന പിന്തുണയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ടിക്കറ്റ് സൗജന്യം എന്ന് പറയുന്നത് ആ ടിക്കറ്റിന്റെ സൗജന്യം മാത്രമല്ല, മറിച്ച് അതിലൂടെ ഒരു സ്ത്രീക്കുണ്ടാകുന്ന വരുമാന നേട്ടം, അത് കുടുംബത്തിലുണ്ടാകുന്ന ഗുണപരമായ മാറ്റം, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊരു തുടക്കമാണ്. ഇനിയും 2ാം ഘട്ടം നടപ്പാകുന്നതിനെ കുറിച്ചാണ് ഇനി ഗവൺമെന്റ് ആലോചിക്കുന്നത്.